കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധം ഭരണത്തുടർച്ച എന്ന ലക്ഷ്യത്തിലേക്ക് ഇടതുമുന്നണി നടന്നു നീങ്ങുമ്പോൾ രാഷ്ട്രീയ ചാണക്യപ്പാൻ പോലും അമ്പരക്കുന്ന രീതിയിലുള്ള കൃത്യമായ കണക്കുകളാണ് LDF കേന്ദ്രങ്ങൾ ഇപ്പോൾ രംഗത്ത് വരുന്നത്. UDF തരംഗം ആഞ്ഞടിക്കുന്നുവെന്നും ഭരണവിരുദ്ധ വികാരങ്ങൾ ജനങ്ങൾക്കിടയിൽ പുകയുന്നുവെന്നുള്ള പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് താഴെത്തട്ടിലെ ബൂത്ത് തല കണക്കുകൾ നിരത്തിയാണ് ഇടതുപക്ഷം തങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന 140 മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ജയം സുനിശ്ചിതമായ 77 മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ശാസ്ത്രീയമായി തരംതിരിച്ച് ഇടതുപക്ഷം നടത്തുന്ന ഈ നീക്കം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ അണിയറകളിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണാധികാരികളെ മാറ്റുന്ന കേരളത്തിലെ വോട്ടർമാരുടെ പതിവ് രീതി ഇത്തവണ തിരുത്തപ്പെടുമെന്നും വികസനത്തിന്റെ തുടർച്ചയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും LDF ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. വോട്ടെടുപ്പിന് മുമ്പ് ഉയർന്നു വന്ന വിവരങ്ങളെല്ലാം അല്ലെങ്കിൽ വിവാദങ്ങളെല്ലാം പുകമറ മാത്രമായിരുന്നുവെന്നും താഴെത്തട്ടിലുള്ള കരുത്തുറ്റ കേഡർ സംവിധാനത്തിലൂടെ ഓരോ വോട്ടും കൃത്യമായി പട്ടികയിലാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് CPM കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഉത്തര കേരളത്തിലെ ചുവപ്പൻ കോട്ടകളിൽ വോട്ടെടുപ്പിന് ശേഷം കാണുന്ന ആവേശം കേവലം ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. കാസർകോട്ടെ തൃക്കരിപ്പൂറും കാഞ്ഞങ്ങാടും ഉദുമയും ഇക്കുറി ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം സമ്മാനിക്കുമെന്നാണ് വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. കണ്ണൂരിലെ പയ്യന്നൂരും ധർമ്മടവും മറ്റന്നൂരും ഇത്തവണയും ചരിത്രം ആവർത്തിക്കുമെന്നും ലക്ഷ്യം കടക്കുന്ന ഭൂരിപക്ഷങ്ങൾ ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട്. കണ്ണൂരിലെ ഓരോ ബൂത്തിലും കൃത്യമായി കണക്കെടുപ്പ് നടത്തുന്ന CPM സംവിധാനം പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ്. വടകര മേഖലയിൽ UDF ഉയർത്തിയ വലിയ വെല്ലുവിളികൾ പേരാമ്പ്രയോ കുറ്റ്യാടിയോ ബാധിക്കില്ല എന്നും അവിടങ്ങളിലെ നിഷ്പക്ഷ വോട്ടുകൾ വികസനത്തിനൊപ്പമാണെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ നിഗമനം. കോഴിക്കോട്ടെ ബേപ്പൂരും ഏലത്തൂരും ബാലുശ്ശേരിയും ഇത്തവണയും ഇടത്തോട്ടേക്ക് തന്നെ ചായുമെന്നും വോട്ടെടുപ്പിന് ശേഷമുള്ള ബൂത്ത് തല കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നയങ്ങൾക്കെതിരെ വികാര ന്യൂനപക്ഷങ്ങളിൽ വലിയ തോതിലുള്ള ഏകീകരണത്തിന് കാരണമായി എന്നും അത് വടക്കൻ കേരളത്തിൽ LDFന് വലിയ മേൽക്കൈ നൽകുമെന്നും കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ UDFന്റെ ഉരുക്ക് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ മറ്റൊരു പ്രധാനമായ അവകാശവാദം. പൊന്നാനിയിലും തൃത്താലയിലും പട്ടാമ്പിയിലും നടന്ന കടുത്ത പോരാട്ടത്തിൽ തങ്ങളുടെ വോട്ടർമാരെ പൂർണ്ണമായി ബൂത്തിലെത്തിക്കാൻ കേഡർ സംവിധാനത്തിന് സാധിക്കുകയും ചെയ്തുവെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയും ഷൊർണൂരും ഒറ്റപ്പാലവും എക്കാലത്തെയും പോലെ ചുവപ്പ് പൊതിച്ച് തന്നെ നിൽക്കുമെന്നും CPM ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് മണ്ണിൽ കർഷകരുടെ ഇടയിൽ സർക്കാരിനുള്ള സ്വാധീനം വോട്ടായി മാറിയിട്ടുമുണ്ട്. നെല്ല് സംഭരണവും മറ്റ് കാർഷിക ആനുകൂല്യങ്ങളും താഴെത്തട്ടിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി കാറ്റ് വീശാൻ സഹായിക്കുകയും ചെയ്തിട്ടുമുണ്ട്. മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ ഇത്തവണയും ഏറ്റവും വലിയ ആകർഷണമാകുന്നത്. അതായത് മധ്യ കേരളത്തിലാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ചലനങ്ങളെല്ലാം ഉണ്ടാകുന്നതും. തൃശ്ശൂരിലെ വോട്ടിംഗ് നിഗമനം പരിശോധിക്കുമ്പോൾ BJP ഉയർത്തിയ ത്രികോണ മത്സരങ്ങൾ പലയിടത്തും UDFന്റെ വോട്ട് ബാങ്കിനാണ് വിള്ളൽ വീഴ്ത്തിയെന്നും കാണാൻ സാധിക്കും. കുന്നംകുളവും അതുപോലെ ഒല്ലൂരും നാട്ടുകയും കയ്പമംഗലവും ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളികൾ ഇല്ലാതെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമെന്നാണ് പ്രാഥമികമായ നിഗമനം. തൃശ്ശൂർ നഗര മേഖലയിൽ BJP വോട്ടുകൾ വർദ്ധിച്ചാലും അത് LDFന്റെ വിജയസാധ്യതയെ ബാധിക്കില്ല എന്നവർ കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. എറണാകുളത്തെയും ഇടുക്കിയിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തീരദേശ മേഖലകളിൽ LDFന് ലഭിച്ച വർദ്ധിച്ച പിന്തുണ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. വൈപ്പിൻ, കൊച്ചി തുടങ്ങിയ മണ്ഡലങ്ങളിൽ തീരദേശ വോട്ടുകൾ തങ്ങളെ തുണയ്ക്കുമെന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. കടലാക്രമണവും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടത്തിയ ഇടപെടലുകൾ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തിനെ മാറ്റിമറിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ജോസ് കെ മാണിയുടെ സ്വാധീനം ഹൈറേഞ്ച് മേഖലകളിലും കോട്ടയത്തെയും വൈക്കം അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ക്രിസ്ത്യൻ വോട്ടുകളിൽ ഉണ്ടായ ഈ മാറ്റം ഇക്കുറി UDFന്റെ അടിത്തറ തന്നെ ഇളക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മുമ്പ് UDFന്റെ മാത്രം കുത്തകയായിരുന്ന പല മേഖലകളിലും ഇപ്പോൾ ചുവപ്പൻ കൊടികൾ പാറുന്നത് ജോസ് കെ മാണിയുടെ സ്വാധീനം കൊണ്ടാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും. തെക്കൻ കേരളത്തിലെ ആധിപത്യമാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ചരിത്ര വിജയം സമ്മാനിച്ചത്. ഇക്കുറിയും കൊല്ലത്തെയും ആലപ്പുഴയിലെയും ചാത്തന്നൂർ, ഇരവിപുരം അതുപോലെ തന്നെ കൊട്ടാരക്കര, ചേർത്തല, കായംകുളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് വോട്ടിംഗ് ശതമാനം തെളിയിക്കുന്നുവെന്നാണ് LDF അവകാശപ്പെടുന്നത്. വിവാദങ്ങൾക്കെല്ലാം അപ്പുറം ജനക്ഷേമ പദ്ധതികളും ക്ഷേമ പെൻഷനുകളും റേഷൻ കിറ്റും സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഇടതുപക്ഷം കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ പിണറായി സർക്കാരിനുള്ള വലിയ ജനപ്രതി വോട്ടായി മാറുമെന്ന് LDF ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലെ കാര്യങ്ങൾ പറയേണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ BJP വലിയ മുന്നേറ്റം അവകാശപ്പെട്ട നേമത്തും വട്ടിയൂർക്കാവിലും വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ തങ്ങളുടെ വോട്ടുകൾ ചോരാതെ കാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. ആറ്റിങ്ങലിലും നെടുമങ്ങാടും നെയ്യാറ്റിങ്കരയും ഇത്തവണയും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
LDF അവതരിപ്പിക്കുന്ന 77 മണ്ഡലങ്ങളുടെ പട്ടിക കേവലം ഒരു അവകാശവാദമല്ല എന്നും ഓരോ ബൂത്തിലെയും കൃത്യമായ കണക്കുകൾ പരിശോധിച്ചുള്ള തീരുമാനമാണെന്നും പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. UDFന്റെ പല മണ്ഡലങ്ങളിലും കേഡർ സംവിധാനങ്ങൾ നിർജ്ജീവമായിരുന്നുവെന്നും പലയിടത്തും അവർക്ക് ബൂത്ത് ഏജന്റുമാരെ പോലും നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുന്നുമുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നതിലെല്ലാം ഉപരി വികസന തുടർച്ച എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് LDF ഇപ്പോഴും അവകാശപ്പെടുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് തുടർച്ചയായി 3ാം തവണയും അധികാരം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുവെന്നാണ് LDF അവകാശപ്പെടുന്നത്. വോട്ടെടുപ്പ് ദിവസം വോട്ടർമാരുടെ മനോഭാവം പരിശോധിക്കുമ്പോൾ അവർ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 77 സീറ്റുകൾ എന്നത് ഏറ്റവും കുറഞ്ഞ കണക്കാണെന്നും യഥാർത്ഥത്തിൽ ഇതിലും കൂടുതൽ സീറ്റുകൾ നേടി കരുത്തുറ്റ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും LDF ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾ സോഷ്യൽ മീഡിയ മാത്രം ഒതുങ്ങി നിന്നുവെന്നും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വിഷയങ്ങളാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും ഇടതുപക്ഷം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. യുവജനങ്ങളുടെ വോട്ടുകൾ ഇക്കുറി വലിയ തോതിൽ LDFിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നും ഇത് നവീന കേരളം എന്ന ആശയത്തിനുള്ള പിന്തുണയാണെന്നും കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. UDF തരംഗം എന്നത് കേവലം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും വോട്ടെണ്ണൽ കഴിയുമ്പോൾ ചിത്രം വ്യക്തമാകുമെന്നും ഇടതുപക്ഷം പരിഹസിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. 77 മണ്ഡലങ്ങളുടെ ഈ പട്ടിക കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനത്തിൽ ഈ കണക്കുകൾ യാഥാർത്ഥ്യമായാൽ അല്ലെങ്കിൽ വോട്ടെണ്ണുന്ന ആ ദിവസം ഈ കണക്ക് യാഥാർത്ഥ്യമായാൽ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിന് കൂടി സാക്ഷ്യം വഹിക്കും. ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇടതുപക്ഷം നടത്തിയ ആസൂത്രിതമായ നീക്കങ്ങൾ ഫലം കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ അണികൾക്കിടയിൽ പോലും വലിയ ആവേശം പടർത്തുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾ ഗ്രാമീണ വോട്ടർമാരെ ബാധിച്ചിട്ടില്ല എന്നും അവർക്ക് വേണ്ടത് നിത്യജീവിതത്തിലെ സൗകര്യങ്ങളും സുരക്ഷയുമാണെന്നുള്ള ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് ലഭിച്ചവരും ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞവരും കൈവിടില്ലെന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ രാഷ്ട്രീയ വിവാദങ്ങൾക്കെല്ലാം അപ്പുറം വികസനത്തിന് മുൻഗണന നൽകുമെന്നും ഈ 77 മണ്ഡലങ്ങളിലൂടെ ഇടതുപക്ഷം വീണ്ടും കേരളത്തിന്റെ സിംഹാസനത്തിലേക്ക് നടന്നു കയറുമെന്നുമാണ് ഈ വിശകലനം വ്യക്തമാക്കുന്നത്. പ്രവാസികളുടെ ഇടയിലുള്ള വലിയ പിന്തുണയും വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. ആധുനിക കേരളം കെട്ടിപ്പടുക്കാൻ പിണറായി വിജയന് മറ്റൊരു അവസരം കൂടി നൽകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ 77 സീറ്റുകൾ എന്നത് വെറും തുടക്കം മാത്രമായിരിക്കും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ശാസ്ത്രീയമായ കണക്കുകൾ എത്രത്തോളം കൃത്യമാണെന്ന് ലോകം കാണാനിരിക്കുകയാണ്. വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരം വ്യാപിച്ചു കിടക്കുന്ന LDFിന്റെ ഈ ഉരുക്കുകോട്ടകൾ തകർക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമോ അതോ ചരിത്രം വഴിമാറുമെന്നത് വരും ദിവസങ്ങളിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യമായി ഉയരുകയും ചെയ്യും. ഏതായാലും ഈ 77 മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ മനസ്സ് ഇക്കുറി മാറ്റത്തിന്റെ പാതയിലല്ല, മറിച്ച് മാറ്റങ്ങൾ തുടരണമെന്ന പക്ഷത്താണെന്നാണ് LDF നൽകുന്ന സൂചനകൾ. വരും കാലഘട്ടത്തിൽ ഈ വിശകലനങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ പാഠപുസ്തകങ്ങളായി മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കൃത്യമായ കണക്കുകളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഇനി നിലനിൽപ്പില്ലെന്ന് തെളിയിക്കുന്നതാണ് LDFിന്റെ ഈ പോസ്റ്റ് പോളിംഗ് വിശകലനങ്ങൾ. ജനവിധി ഏതായാലും ഈ 77 മണ്ഡലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും പ്രധാനപ്പെട്ട പരീക്ഷാശാലകളായി നിലകൊള്ളുകയും ചെയ്യും. ഓരോ വോട്ടിനും പിന്നിലെ രാഷ്ട്രീയ വികാരം, ഓരോ ബൂത്തിനും പിന്നിലെ കേഡർ പ്രവർത്തനവും LDFിന് നൽകുന്ന ഈ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. വോട്ടെണ്ണൽ ദിവസം ഈ 77 സീറ്റുകൾ തികയ്ക്കാനായാൽ അത് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിലൂടെ പിറവിയാകും. വികസനവും ജനക്ഷേമവും മുൻനിർത്തി ഒരു ജനത ഒന്നടങ്കം വിധി എഴുതുമോ എന്നറിയാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടതുമില്ല. UDFിന്റെ അവകാശവാദങ്ങൾ വെറും ജലരേഖയാകുമെന്നും ഇടതുപക്ഷത്തിന്റെ ഈ ശാസ്ത്രീയമായ കണക്കുകൾ യാഥാർത്ഥ്യമാകുമെന്നും കാത്തിരുന്ന് കാണേണ്ടത് കൂടിയുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് എങ്ങോട്ടാണെന്ന് ചിന്തിക്കുന്നെന്നും വോട്ടെണ്ണൽ ദിനം നമ്മോട് പറയുകയും ചെയ്യും. അതുവരെ ഈ 77 മണ്ഡലങ്ങളുടെ പട്ടികയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും കേരളത്തിൽ സജീവമായി തുടരുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്.